കുരുക്കി ചെന്ന് പെട്ടു. സോമരാജൻ സാർ വന്ന കാര്യമൊക്കെ നിർമ്മലാന്റി പറഞ്ഞു. സാർ എന്തിനാ അമ്മേ വന്നത്? ഒരു ഡൊണേഷന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയ സാറ് വന്നത്. ഇവിടെ വെച്ചൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ അവിടുത്തെ റെസ്റ്റോറന്റ് ഇല്ലേ, അവിടെ പോയിരുന്നു സംസാരിച്ചത്. ശിവാനി ഒന്നും കേട്ടില്ലല്ലോ, അപ്പൊ പേടിക്കാനില്ല. കേട്ടില്ലെന്നോ? അവള് കൃത്യമായിട്ട് ഞങ്ങൾ സംസാരിക്കാൻ പോയ റെസ്റ്റോറന്റിലെത്തി. നടന്ന കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോ എന്റെ ശരീരം തളരുക. എനിക്ക് വയ്യ. അവളവിടെ വന്നിട്ട് വല്ല കുഴപ്പമുണ്ടായോ അമ്മേ? എന്റെ ഈശ്വര, തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടെന്ന് കരുതിയാ മതി. അവസാന നിമിഷം ഞാനത് കണ്ടു. നിസ്സാരക്കാരിയല്ല ഈ ശിവാനി. എല്ലാം റെക്കോർഡ് ചെയ്ത ആ ഫോണെങ്ങാനും ശിവാനിക്ക് തിരികെ കിട്ടിയിരുന്നെങ്കിലോ എന്ത് ചെയ്യുമായിരുന്നു? എന്തായാലും ആ ഫോണിന് തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ, അത് മതി. പക്ഷെ അതല്ല നിധി പ്രശ്നം. ശിവാനിയുടെ മനസ്സിൽ ഗൗതമിനെ കുറിച്ച് ഒരു കരട് വീണ് കഴിഞ്ഞു. സത്യം കണ്ടുപിടിക്കാൻ വേണ്ടി അവൾ ഏതറ്റം വരെയും പോവും. എങ്ങനെയെങ്കിലും അവള് ഗൗതമിന്റെ രഹസ്യം കണ്ടുപിടിച്ചു കഴിഞ്ഞ അയ്യോ, എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അമ്മ പേടിക്കാതെ, അവളൊന്നും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. അമ്മ പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോ അവൾക്കൊരു സംശയം തോന്നി പുറകെ വന്നു. അതെന്താണെന്നറിയാൻ ഫോണിൽ റെക്കോർഡ് ചെയ്യാനും നോക്കി. അത് നടന്നില്ലല്ലോ. റെക്കോർഡ് ചെയ്യലും നടന്നില്ലെന്നേ ഉള്ളൂ. വന്നത് കാരുണ്യ അനാഥാലയത്തിലെ ആളാണെന്നും സാറിന്റെ പേര് സോമരാജൻ ആണെന്നും ശിവാനി മനസ്സിലാക്കി കഴിഞ്ഞു. ഉറപ്പായി ഈ സോമരാജൻ സാർ ആരാണെന്ന് ശിവാനി അന്വേഷിക്കാതിരിക്കില്ല. അവള് കാരുണ്യ അനാഥാലയത്തിലെത്തി സത്യം കണ്ടുപിടിക്കാൻ ശ്രമിക്കും. കാരുണ്യെന്ന് മാത്രമല്ല ശിവാനിക്ക് അറിയൂ. അതെങ്ങനെ കണ്ടുപിടിക്കാനാ? ഇനി അഥവാ കണ്ടുപിടിച്ചാ തന്നെ സോമരാജൻ സാർ എന്തേലും വിട്ടു പറയുമോ? ആദ്യം അമ്മ ഒരു കാര്യം ചെയ്യും. ഇങ്ങനൊരാള് വന്ന് എന്ത് ചോദിച്ചാലും സത്യം പറയരുതെന്ന് സോമരാജൻ സാറിന് ഒരു മുന്നറിയിപ്പ് കൊടുത്തേക്കണം. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്നുകൂടി വിളിച്ചു പറയാം. എന്തായാലും ശിവാനിയുടെ മനസ്സിലൊരു സംശയം വീണ സ്ഥിതിക്ക് അവൾ അടങ്ങിയിരിക്കില്ല എന്ന് ഉറപ്പാ. ഈ വീട് മുഴുവനും അവൾ അരിച്ചു പെറുക്കും. ഗൗതമിനെ സംബന്ധിക്കുന്ന രഹസ്യങ്ങൾ അടങ്ങിയ ഫയലുകളെല്ലാം എടുത്ത് ഭദ്രമായി എവിടേക്കെങ്കിലും മാറ്റണം. ബർത്ത് സർട്ടിഫിക്കറ്റും എല്ലാം മാറ്റണം. അത് വേണം. അല്ല, ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് അവളിത് എങ്ങോട്ട് പോയി? ശിവാനി ഇങ്ങനത്തെ സമയം കാണില്ല. ഞാൻ പെട്ടെന്ന് ഓട്ടോയിൽ കയറി പോന്നല്ലോ. എന്തായാലും നമ്മൾ ഇനി നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ പരസ്പരം സംസാരിക്കുന്നത് പോലും സൂക്ഷിച്ചു വേണം. എന്റെ മനസ്സിൽ ആകെ ഒരു വെപ്രാളം. ശിവാനി ഗൗതമിന്റെ രഹസ്യം കണ്ടുപിടിക്കുന്ന ഒരു പേടി. ഒന്നുമില്ല, നമ്മളൊന്ന് കരുതിയിരുന്നാ മതി. അമ്മ വാ. വാ. എന്റെ ഒരു ഫോൺ നശിപ്പിച്ച പറയുന്നതിനകം അതുപോലെ ഒരുപാടെണ്ണം ഞാൻ വാങ്ങും. പക്ഷെ എന്റെ മനസ്സിലേക്ക് വീണ സംശയത്തെ എടുത്തു കളയാൻ നിങ്ങളെ കൊണ്ടാവില്ല. ബർത്ത് സർട്ടിഫിക്കറ്റ് എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഒരു ലോട്ടറി അടിക്കാൻ പോകുന്ന പോലെ തോന്നുന്നുണ്ട്. വെറും ലോട്ടറി അല്ല, ബമ്പർ ലോട്ടറി. എന്തായാലും ഇതിന് പുറകെ ഒന്ന് തൂങ്ങിയേ പറ്റൂ. നോക്കാം. അനാഥാലയം. ആ ഓർഫണേജിന്റെ പേര് മാത്രമേ ഇപ്പൊ കയ്യിലുള്ളല്ലോ. അതെവിടെയാണെന്ന് കണ്ടുപിടിക്കണം. അതിനിപ്പോ എന്താ ഒരു വഴി? ചോക്കുമലയിൽ ഇരുന്നിട്ടാണല്ലോ ഞാൻ ചോക്ക് അന്വേഷിച്ച് നടന്നത്. ഈ കാറിന്റെ നമ്പർ വെച്ച് ഓർഡറിന്റെ ഡീറ്റെയിൽസ് ഈസി ആയിട്ട് കിട്ടും. യെസ്, ചെക്ക് ചെയ്തിട്ട് തന്നെ വേറെ കാര്യം.
സോമരാജൻ ഈ ശിവാനിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല താൻ. സോമരാജൻ CK കാരുണ്യ ഓർഫനേജ്. അഡ്രസ് കിട്ടിക്കഴിഞ്ഞു. പക്ഷെ ഒരു കുഴപ്പമുണ്ടല്ലോ, ഞാൻ നേരെ അങ്ങോട്ട് ചെന്ന് കയറിക്കൊടുത്താ ഈ സോമരാജനാളൊരു താപ്പാനെ ഒന്നും വിട്ടു പറയില്ല ഇയാൾ. അവിടുത്തെ റെക്കോർഡ് റൂമിൽ കയറിക്കൂടാൻ എന്താ ഒരു വഴി? അതേ വഴിയുള്ളൂ, നോക്കാം. എന്താ മോളെ? അങ്ങളെ, എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു. അതിനിപ്പോ ഇതിനെ ഒരു ആമുഖം പറഞ്ഞു. അത് ഫോണിൽ കൂടെ പറയാൻ പറ്റുന്ന കാര്യമല്ല, എനിക്കൊന്ന് നേരിട്ട് കാണണം. നേരിട്ടോ? ഈ രാത്രിയിലോ? ഏയ്, രാത്രിയിലല്ലെങ്കിൽ നാളെ രാവിലെ എപ്പോഴെങ്കിലും പുറത്ത് എവിടെയെങ്കിലും വെച്ച് നമുക്കൊന്ന് കാണാം. പിന്നെന്താ, കണ്ടു കളയാം. ഓക്കെ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ വിളിക്കാം, നമുക്ക് കാണാം. താങ്ക്സ് അങ്കിൾ. അപ്പൊ ഗുഡ് നൈറ്റ്. ആ, ഗുഡ് നൈറ്റ്. എന്താ മോളെ, എന്തിനാ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു? എന്റെ അങ്കിളെ, ഗൗതമിനെ നിധിയും പൂട്ടാൻ ഒരു ഉഗ്ര നൈറ്റ് എന്റെ കിട്ടിയിട്ടുണ്ട്. എന്താ മോള് പറ, അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? ചെയ്യേണ്ടതൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. പക്ഷെ അതിന് എന്റെ മുന്നിൽ ഒരു തടസ്സമുണ്ട്. അങ്കിൾ അത് മാത്രം ഒന്ന് മാറ്റി തന്നാ മതി. ഏത് എവറസ്റ്റ് വന്ന് തടസ്സം നിന്നാലും ഞാൻ തകർത്ത് തരിപ്പണമാക്കി തരാം. എന്താ വേണ്ടത് പറ. അങ്കിളിന് കാരുണ്യ എന്നൊരു അനാഥാലയത്തെ കുറിച്ച് അറിയോ? ഒരു സോമരാജനല്ലേ എന്റെ ചെയർമാൻ? അങ്കിളുടെ പുള്ളിക്കാരനെ അറിയോ? സൂപ്പർ അങ്കിളെ. ഒരു ദുരുദ്ദേശത്തോടെ ഞാൻ ഈ കാരുണ്യ അനാഥാലയത്തെ സമീപിച്ചതാ. ഇന്നത്തെ കാലത്ത് ഫോറിൻ മണി ഒഴുക്കാൻ എല്ലാവരും മറയായിട്ട് ഉപയോഗിക്കുന്നത് ഇത്തരം ചില അനാഥാലയങ്ങളെയാണ്. ഞാനൊരു ശ്രമം നടത്തി നോക്കി, പക്ഷേ ആ വൃത്തികെട്ട സോമരാജൻ ഏഴായാലും തടുപ്പിച്ചില്ല. അയ്യോ, അപ്പൊ അങ്കിളിന് കാരുണ്യായിട്ട് കണക്ഷൻ ഒന്നും ഇല്ലേ? സ്വർണം കായ്ക്കുന്നൊരു മരത്തിനെ കണ്ടില്ലെന്നടിച്ചു പോകാൻ പറ്റില്ലല്ലോ. തന്ത്രത്തിൽ എന്റെ ഒരുത്തിനെ അവിടുത്തെ ഡയറക്ടർ ബോർഡിലേക്ക് തന്നെ തിരികെ കയറ്റിയിട്ടുണ്ട്. അപ്പോ ഡയറക്ടർ ബോർഡില് അങ്കിളുടെ ആളുണ്ടോ? ഉണ്ടെന്നേ. ഒരു സേതുമാധവൻ എന്റെ ആളാ. ഞാൻ വളർത്തിക്കൊണ്ടുവന്ന പയ്യൻ. പറയുന്നത് അക്ഷരം പ്രതി അനുസരിച്ചോളൂ. എന്താ വേണ്ടെന്ന് വെച്ചാൽ മോള് പറഞ്ഞു.